എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷ കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ, ശാസ്ത്രം, ഗണിതം ഇവ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ അവരുടെ ധർമ്മം, ചുമതലകൾ, സമീപനം എങ്ങനെയുള്ളതായിരിക്കണം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ക്ലാസ് റൂമിൽ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ പ്രവർത്തന ഉപാധികൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഭാഷ പഠിച്ചവർ, അതായത് ഡിഗ്രി മെയിനായിട്ട് എടുത്തല്ലേ, ശാസ്ത്ര അധ്യാപകർ, ഗണിതം കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ, ഇവരോടൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഭാഷാ അധ്യാപകൻ്റെ പ്രാധാന്യം എന്താണ് ക്ലാസ് റൂമിൽ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പ്രൈമറി തലത്തിൽ കുട്ടി ആദ്യം സ്വായത്തമാക്കുന്ന ഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണ്. ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് വീട്ടിൽ നിന്നാണ് കുട്ടി ആദ്യം സ്കൂളിലോട്ട് എത്തുന്നത്. അപ്പോൾ ആദ്യം മാതാപിതാക്കൾക്കാണ് കേട്ടോ അതിൻ്റെ ചുമതല. അത് കഴിഞ്ഞ് അധ്യാപകൻ്റെ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് ഭാഷ എങ്ങനെയാണ് അവൻ സ്വായത്തമാക്കുന്നത്? അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃക അവന് കിട്ടണം, അല്ലേ? ഭാഷയുടെ രൂപവൽക്കരണത്തിന് വേണ്ടത്ര സൗകര്യവും അവന് കിട്ടണം. അത് ആരിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്? അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമാണ് കുട്ടി നല്ല ഭാഷ എന്ത് ചെയ്യുന്നത്? കൈവശമാക്കുന്നത്, അല്ലേ? അവർ നൽകുന്ന ശരിയായ മാർഗദർശനവും അവർ നൽകുന്ന നിർദ്ദേശങ്ങളുമാണ് ഭാഷാ പഠനത്തിന് കുട്ടിയെ ഏറ്റവും മികവുറ്റവനാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ സാംസ്കാരിക ഘടകങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള ചില ഘടകങ്ങൾ, അല്ലെ, കുട്ടിയുടെ കായികമായിട്ടുള്ള നിലവാരം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വികാസം, ബുദ്ധി നിലവാരം, കുടുംബ പശ്ചാത്തലം, ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഇവരൊക്കെ തന്നെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ക്ലാസ് റൂമുകളിൽ അധ്യാപകരുടെ ആശയവിനിമയ ശൈലി ശരിയായിട്ടുള്ളതായിരിക്കണം. അത് തെറ്റൊഴിഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ തെറ്റില്ലാത്തവയായിരിക്കണം. അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ഭാഷകളായിരിക്കണം കുട്ടികളോട് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെ? സംസ്കാരപൂർണ്ണമായിട്ടുള്ള വാക്കുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാം തന്നെ കുട്ടിയുടെ ഭാഷാ വികസനത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു? ബാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ചെറിയ കുട്ടികളുടെ ആശയഗ്രഹണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടി എത്രമാത്രം ഗ്രഹിക്കുന്നു, അവ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ചോദ്യം ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, അല്ലേ? ഒന്നാമതായിട്ട് ചെറിയ വാക്യങ്ങൾ വേണം പറയുക. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? പുതിയ പാഠപുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ ചെറിയ വാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അധ്യാപകൻ ക്ലാസ്സിൽ സംസാരിക്കുമ്പോഴും ചെറിയ വാക്യങ്ങൾ വേണം പറയേണ്ടത്. അതുപോലെ തന്നെ പുതിയ പുതിയ പദങ്ങൾ എന്ത് ചെയ്യണം? പറയുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങളും കൂടെ അപ്പോൾ തന്നെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടി കേൾക്കാത്ത ഒരു വാക്ക്, ഇപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ അവനറിയാം, അല്ലേ? ഭൂമിയുടെ പര്യായമായിട്ട് ധര എന്നോ ധരിത്രി എന്നോ എന്നുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക? അപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രദ്ധാപൂർവം ശ്രവിക്കാനായിട്ടുള്ള അവസരം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ദിവസവും കേൾക്കുന്ന ഭാഷ ശരിയായിട്ടുള്ളതാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മുതിർന്നവരുടെ മുൻപിൽ കുട്ടികളെ സംസാരിക്കാനുള്ള അവസരം എന്ത് ചെയ്യണം? നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇതൊക്കെയാണ് കേട്ടോ ക്ലാസ്സിൽ ഭാഷാ അധ്യാപകൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ക്ലാസ്സിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭാഷ നന്നായിട്ട് മനസ്സിലാക്കാൻ പര്യാപ്തമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊടുക്കാൻ കഴിയുക? കുട്ടികൾ തമ്മിലും അതുപോലെ അധ്യാപകനും കുട്ടികളും തമ്മിലുമുള്ള സംഭാഷണം നിരന്തരം നടത്തുക, അല്ലേ? ഒരു ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ അത് ഏറ്റവും മികവുറ്റ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാട്ടുകൾ, കഥകൾ, നാടകങ്ങൾ എന്നിവ കേൾക്കാനുള്ള അവസരം കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടി കവിതകളുടെയും പാട്ടുകളുടെയും ആലാപനം കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഭാഷയെ ഉചിതമായ ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി, അല്ലേ? അത്തരത്തിലുള്ള ചിത്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. പാട്ടുകൾ, കഥകൾ, പിന്നെ കഥ പറച്ചിൽ, നാടകീകരണം, ഇതൊക്കെ ക്ലാസ്സിൽ ഒരുക്കി കൊടുക്കേണ്ടത് ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ ഏറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതുപോലെ തന്നെ 2 ചിത്രങ്ങൾ നൽകിയിട്ട് അവയിലുള്ള വ്യത്യാസങ്ങൾ കുട്ടിയോട് തന്നെ പറയണം, അല്ലേ? അത് ഉചിതമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് കുട്ടി അത് പറയുമ്പോൾ അവനിലുള്ള ഭാഷ എന്ത് ചെയ്യുന്നു? മികവുറ്റതാക്കി അത് മാറ്റപ്പെടുന്നു. ഇതുപോലെ പ്രധാനമുള്ളതാണ് ഒരു ശാസ്ത്ര അധ്യാപകൻ്റെ ചുമതലകളല്ലേ. എന്താണ് ശാസ്ത്ര പഠനത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്?
അല്ലെങ്കിൽ ശാസ്ത്ര പഠനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം? കുട്ടികളിൽ കൗതുകം, ജിജ്ഞാസ, നിരീക്ഷിക്കാനുള്ള പാടവം ഇതെല്ലാം ഉണർത്താൻ എന്ത് ചെയ്യണം? ശാസ്ത്ര പഠനത്തിന് കഴിയണം, അല്ലേ? ചുറ്റുപാടുകളെ ശാസ്ത്രീയമായി നിരീക്ഷിച്ച് അവയെ വ്യാഖ്യാനിക്കാനും അവയെ നിരീക്ഷിച്ച കാര്യങ്ങൾ മെച്ചപ്പെടുത്തി അവതരിപ്പിക്കാനും ശാസ്ത്രത്തിൻ്റെ രീതി സ്വായത്തമാക്കുന്നതിലൂടെ കുട്ടിയെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് റൂമിൽ അധ്യാപകന് ശാസ്ത്രബോധം കുട്ടിയിൽ വളർത്താനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ ദുരുപയോഗം തടയുക, പ്രകൃതി പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്തു കൊടുക്കുക. മാത്രമല്ല, ഇപ്പോൾ നിരന്തരം ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കുട്ടികൾ കേട്ട് വളരുന്ന ഒരു കാര്യം കൂടെയാണ്, അല്ലേ? അപ്പം അതിന് അനാചാരങ്ങളും അങ്ങനെയുള്ള മിത്തുകൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക, ഇതെല്ലാം ഒരു ശാസ്ത്ര അധ്യാപകൻ്റെ ചുമതലകളാണ്. ഇനി ക്ലാസ് റൂമിൽ ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകനുണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ശാസ്ത്രത്തിൽ നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നല്ല പോലെ അറിവുണ്ടായിരിക്കുന്ന, കറണ്ടായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ജിജ്ഞാസ ഉളവാക്കുന്നവനായിരിക്കണം ഒരു ശാസ്ത്ര അധ്യാപകൻ. അതുപോലെ തന്നെ കുട്ടിക്ക് എല്ലാം അറിയുന്നതിനുള്ള ജിജ്ഞാസയുള്ളവരാണ് കുട്ടികൾ. അതുപോലെ ആയിരിക്കണം അധ്യാപകനും. മാത്രമല്ല, വിദ്യാർത്ഥികളിൽ ശാസ്ത്രത്തോടുള്ള താല്പര്യം ജനിപ്പിക്കാനും ശാസ്ത്രപരമായ കഴിവുകൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ഒരു ശാസ്ത്രാധ്യാപകന് കഴിവുണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഇൻ്റർനെറ്റ് സൗകര്യം, ലൈബ്രറി പുസ്തകങ്ങൾ, കമ്പ്യൂട്ടർ, ചാർട്ടുകൾ, ലാബ് ഉപകരണങ്ങൾ ഇവയെല്ലാം തന്നെ ഒരു ശാസ്ത്രാധ്യാപകന് ആശ്രയിക്കാവുന്ന കാര്യങ്ങളാണ്. ശാസ്ത്ര പഠനത്തിനായി എന്തൊക്കെ പ്രവർത്തന ഉപാധികൾ സ്വീകരിക്കാനാവും? ഫീൽഡ് ട്രിപ്പുകൾ നടത്തുക, കുഞ്ഞു പിള്ളേരാണെങ്കിലും ചെറിയ ട്രിപ്പുകൾ നടത്തുക, കാഴ്ച ബംഗ്ലാവുകൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാക്കുക, അക്വേറിയം, അതുപോലെ തന്നെ പ്രകൃതി പഠന പൂന്തോട്ടങ്ങൾ, ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ, ഇവയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തന ഉപാധികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈമറി തലത്തിലെ കുട്ടികൾക്ക് നൽകാനായിട്ട് കഴിയും. ഇനി ഗണിതശാസ്ത്രത്തിൻ്റെ ബോധനോദ്ദേശങ്ങൾ എന്താണ്? കുട്ടികളിൽ, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളിൽ ചിഹ്നങ്ങൾ, ക്രിയാരീതികൾ, അല്ലെ, പരസ്പരം സങ്കലനം, വ്യവകലനം അത് കൂട്ടുന്നതിനുള്ള ആ ക്രിയാരീതികൾ, അതുപോലെ തന്നെ ചെറിയ സൂത്രവാക്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കുട്ടികളിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പ്രൈമറി തലത്തിൽ. അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ ചില സംജ്ഞകളുണ്ടല്ലേ, അതൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ധാരണകൾ നമുക്ക് കുട്ടിയിൽ പ്രൈമറി തലത്തിൽ തന്നെ ഗണിതശാസ്ത്രത്തിലൂടെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നിത്യജീവിതത്തിൽ പ്രൈമറി തലം മുതൽ തന്നെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഗണിതശാസ്ത്രം എന്ന ആശയം നിത്യജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോജിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് പറ്റും. പ്രൈമറി തലത്തിൽ, അതായത് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പോകുന്ന ഒരു അധ്യാപകന് എഴുതി ആദ്യം കണക്ക് പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവന് ക്ലാസ്സിലുള്ള പ്രവർത്തനങ്ങൾ വഴി, അല്ലേ, ക്ലാസ്സിലുള്ള നിരന്തരം അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലാസ്, ഇപ്പോൾ രാവിലെ ഒരു അധ്യാപകൻ കണക്ക് പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിലെത്തി. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികളുടെ കുറവ്, നമുക്കിപ്പോൾ ഗേൾസ് എത്ര പേര് വന്നില്ല, അല്ലെങ്കിൽ ബോയ്സ് എത്ര പേര് വന്നില്ല, അപ്പം എത്ര കുട്ടികളാണ് മൊത്തത്തിലുള്ളത്, ഇതിലെത്ര പേരാണ് ആബ്സെൻ്റ് ആയത് എന്നുള്ളത് പറയുമ്പോൾ കുട്ടികൾ മനസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു? അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അവിടെ നിന്ന് നമുക്ക് ഗണിത പഠനം എന്ത് ചെയ്യാം? തുടങ്ങിയെടുക്കാം. ഗണിതശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ ആ ഗണിതശാസ്ത്ര ബോധനത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കാം? പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, അല്ലേ? ദൈനംദിന ജീവിതത്തിൽ ഈ രീതി ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ അവസരോചിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ കുട്ടിയുടെ ശ്രദ്ധ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആകർഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മാനസികവും ബൗദ്ധികവുമായ വികസനം നടക്കുന്നു. ചെറിയ ചോദ്യങ്ങൾ ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ കുട്ടി അത് ആലോചിച്ച് എന്ത് ചെയ്യുന്നു? ഉത്തരം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ താല്പര്യം ജനിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ മത്സരബുദ്ധി അത് പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് പാഠഭാഗവുമായുള്ള മുൻപരിചയങ്ങൾ, അല്ലേ, മുൻപരിചയം ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ച എന്നോണം നമുക്ക് എന്ത് ചെയ്യാം? ഗണിതശാസ്ത്രത്തിൽ 2-ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഗണിത വിഷയം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ അത് പാടാണെന്നൊക്കെ പറഞ്ഞു വരും. അതൊരു അത് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ പ്രൈമറി തലത്തിൽ അധ്യാപകൻ എന്ത് ചെയ്യണം? വിഷയത്തോട് കുട്ടികളെ താല്പര്യമുള്ളവനാക്കി കൊണ്ടുവരണം, അല്ലേ? അതിനു വേണ്ടിയിട്ട് അധ്യാപന രീതിയിലെ ചില ന്യൂനതകളുണ്ട്. അതൊക്കെ പരിഹരിച്ചിട്ട് കുട്ടികളെ എന്ത് ചെയ്യണം? ചൈൽഡ് സെൻറ്റേർഡായിട്ട് നിന്നുകൊണ്ട് തന്നെ പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തി കളി രീതിയിലൂടെയൊക്കെ എന്ത് ചെയ്യാം? ഗണിതം കുട്ടികളുടെ മനസ്സിലൊരു ഇഷ്ട വിഷയമാക്കി കൊണ്ടുവരാൻ സാധിക്കും.
അതുപോലെ തന്നെ ഗണിതാധ്യാപകന് മനഃശാസ്ത്രപരമായിട്ടുള്ള ചില സമീപനങ്ങൾ ക്ലാസ്സിൽ നടത്താൻ കഴിയും അല്ലേ. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെ ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായി സന്ദർഭങ്ങളിലൂടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് റൂമിൽ കുട്ടികളുടെ എണ്ണം, അതുപോലെ തന്നെ മറ്റ് ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെ എണ്ണം, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു അന്തരീക്ഷം കുട്ടിയിൽ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും, ആവർത്തിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഒരിക്കൽ പറഞ്ഞ് നിർത്തുകയല്ല, പിന്നെ ഒരു അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അതിനെ ആവർത്തിക്കുന്നതിലൂടെ അത് നമുക്ക് ചാക്രിക രീതിക്ക്, ഇപ്പോൾ ഗണിതശാസ്ത്രമൊക്കെ ആണെങ്കിൽ ചാക്രിക രീതി, നമുക്ക് ഇതിന് മുന്നേയുള്ള പാർട്ടുകളിൽ നമ്മളത് പഠിച്ചതാണ് അല്ലേ. ബ്രൂണറെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ എന്താണ് ചാക്രിക രീതി എന്നൊക്കെ നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു മനഃശാസ്ത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗണിതശാസ്ത്ര ക്ലാസ്സിൽ നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടെ കാണുക. ഇൻ്റർവ്യൂവിന് അത് നിങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇന്ന് നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിലെ ഭാഷാധ്യാപകൻ, ഗണിതശാസ്ത്ര അധ്യാപകൻ, പിന്നെ അതുപോലെ തന്നെ ശാസ്ത്ര അധ്യാപകൻ എങ്ങനെയായിരിക്കണം, ധർമ്മങ്ങൾ, അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.